സുഹൃത്തുക്കൾക്കും വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഏറെ വേദനാജനകമായ ഒരു വിഷയമാണ്. കാരണം നമ്മുടെ GSTയിലെ മെയിൻ നികുതി സ്രോതസ്സായ GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നാം കണ്ടുവരുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ നേരിടുന്ന മെയിൻ പ്രശ്നം. കാരണം ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പുതിയ ഒരു ഫെസിലിറ്റി ഈ ഒരു GSTR റിട്ടേൺ 3B റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായിട്ട് സംബന്ധിച്ച് പോർട്ടലിൽ കൊണ്ടുവന്നതിന് പ്രകാരം അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചസ് കണ്ടുവരുന്നത്. അപ്പൊ എന്താണ് ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം? അതായത് ഒരു ടാക്സ് പേയർ അയാളുടെ വിറ്റ ഡീറ്റെയിൽസ്, സെയിൽസ് ഡീറ്റെയിൽസ് വിത്ത് ഇൻവോയ്സ് നമ്പർ വെച്ചിട്ട് GSTR 1 അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റ എല്ലാ മാസവും 14-ാം തീയതി GST പോർട്ടലിൽ GSTR 2B ആയിട്ട് വരികയും അത് ചെക്ക് ചെയ്ത് നമ്മൾ GSTR 3Bയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയേഷനിലുള്ള ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്താണ് നമ്മൾ ഇതുവരെയും വന്നിരുന്നത്. ഇതിൽ ഒരു അഡീഷണൽ ഫെസിലിറ്റി IMS ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം കൂടി ഇപ്പം നിലവിൽ വന്നു. ഈ ഒരു ഒക്ടോബർ മാസ റിട്ടേൺ നവംബറിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് നവംബർ 14-ാം തീയതിയാണ് ഇത് പോർട്ടലിൽ വന്നത്. ഇതിൻ പ്രകാരം ഒരു ടാക്സ് പെയർ അയാളുടെ ഡാറ്റ സെയിൽ ഡാറ്റാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിപ്പിയന്റിന് IMS എന്ന വഴിയിൽ കാണാൻ സാധിക്കുന്നു. അതിലൊരു അഡീഷണൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് അക്സെപ്റ്റ്, റിജക്റ്റ്, പെൻഡിങ്, അങ്ങനെ 3 ആക്ഷൻസും കൂടി ഈ ഒരു റെസിപ്പിയന്റിന് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. കാരണം ഒരു ഡാറ്റ, ഒരു ഇൻവോയ്സ് ഇപ്പൊ അയാളുടേതല്ലാത്ത പർച്ചേസോ GST നമ്പർ തെറ്റിയതോ അല്ലെങ്കിൽ അതിൽ വന്ന എമൗണ്ട് ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും ഡാറ്റ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ പെൻഡിങ്ങിൽ വെക്കാനോ അങ്ങനത്തെ ഫെസിലിറ്റിയാണ് ഈ ഒരു IMS വഴി കൊണ്ടുവന്നത്. ഇത് വളരെ സ്വാഗതാർഹമാണ്. എന്നിരുന്നാൽ തന്നെയും അതിൽ നേരിടുന്ന ഒരുപാട് ടെക്നിക്കൽ ഗ്ലിച്ചസ് ടാക്സ് പേയേഴ്സിനും ടാക്സ് പ്രാക്ടീഷണേഴ്സിനും ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചസും ഈ 3B റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ് ഇന്ന് നാം ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ IMS എന്താണെന്ന് വെച്ചാൽ ന്യൂ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കാർഡ് IMS is being brought up at portal. This will also facilitate taxpayer in matching of their records. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡാറ്റ, സെയിൽ ഡാറ്റ സപ്ലയർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ ബില്ലാണോ, അതിൽ വല്ല വ്യത്യാസങ്ങളുണ്ടോ, അത് പെൻഡിങ്ങിൽ വെക്കണോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റയാണ് IMS. അപ്പൊ IMS എന്താണെന്ന് നാം മനസ്സിലാക്കി. ഇനി അതിന്റെ ഒരു 7ഓളം അഡ്വൈസറികളാണ് IMSന് വേണ്ടി GST പോർട്ടൽ ഇറക്കിയിരുന്നത്. സെപ്റ്റംബർ 3-ാം തീയതി ഇറക്കി. അതെന്താണെന്ന്, അതിന്റെ ഡ്രാഫ്റ്റ് മാനുവൽ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇറക്കി. അതിലുള്ള FAQs, അതിൽ എന്തൊക്കെ ചെയ്യണം, അതിലുണ്ടാകുന്ന സംശയങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറച്ച് FAQs ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ ഒക്ടോബർ 14-ന് വരുമെന്നാണ് ആദ്യം. സെപ്റ്റംബറിൽ റിട്ടേൺ ഒക്ടോബറിൽ ചെയ്യുമ്പോൾ ഒക്ടോബർ 14-ന് വരുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അതിൽ ടെക്നിക്കൽ ഗ്ലിച്ചസ് കണ്ടാണ് അത് 1 മാസവും കൂടി നീട്ടിയത്. വീണ്ടും അഡീഷണൽ FAQs ഇറക്കി. പിന്നീട് അതിന്റെ ഇംപ്ലിമെന്റേഷനായിട്ട് ഫസ്റ്റ് ഫേസ്, ഇനിഷ്യൽ ഫേസിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിറക്കി. പിന്നെ അത് നവംബർ 14-ന് ഇംപ്ലിമെന്റ് ആകുന്ന ഒരു അഡ്വൈസറി ഇറക്കി. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയ അഡ്വൈസറി നവംബർ 16 ഇന്നലെ ഇറങ്ങിയ ഒരു അഡ്വൈസറിയാണ്. അതിൽ ഈ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചസ് പല പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അതായത് reported by few taxpayers that their GSTR 2B for October 2024 period has been generated on 14th November 2024. In this regardil കുറച്ച് ടെക്നിക്കൽ ഗ്ലിച്ചസ് എന്താന്ന് അവർ തന്നെ ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്ന് പറയുന്നു. എന്താണെന്ന് നോക്കാം. In the case the taxpayer has opted for QRMB scheme. QRMB സ്കീം എന്താണെന്ന് നമുക്കറിയാം. ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്. ചെറുകിട കച്ചവടക്കാർക്ക് മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ബാധ്യതയില്ലാതെ ടാക്സ് മാത്രം അടച്ചിട്ട് 3 മാസത്തിലൊരിക്കൽ ഈ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ് QRMB. അപ്പൊ ആ ഒരു QRMBക്ക് GSTR 2B എന്ന ഒരു സംവിധാനം
നമ്മൾ റിമൂവ് ചെയ്യപ്പെട്ടു. അപ്പൊ അത് പല പല കാരണങ്ങൾ കൊണ്ടാവാം എന്നാണ് ഇവർ പറയുന്നത്. ഒക്ടോബർ ടു ഡിസംബർ അതിൽ വന്ന ഡാറ്റാസ് ആവാം, അങ്ങനെയുള്ള ഒരു റീസൺ കൊണ്ടാവാം ഇത് ചിലപ്പോൾ പല മാസങ്ങളിലായിട്ട് കയറി വരുന്നത്. ഇൻ കേസ് ദി ടാക്സ് പെയർ ഹാസ് ഓപ്റ്റഡ് ഫോർ QRMB സ്കീം, quarterly filersന് GSTR 2B will be generated for first and second month of quarter. Example, first quarter October, November, December 2024 ടാക്സ് പെയർ വിൽ ഗെറ്റ് GSTR 2B ഫോർ ഡിസംബർ 2024. അത് നമുക്ക് മന്ത്ലി കിട്ടിക്കൊണ്ടിരുന്നത് ഡിസംബർ. ഇനി ഡിസംബർ 2024 ജനുവരിയിൽ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു 2B അവൈലബിൾ ആവുകയുള്ളൂ. ഇൻ ദി കേസ് ദി ടാക്സ് പെയർ ഹാസ് നോട്ട് ഫയൽഡ് ദെയർ പ്രീവിയസ് period, GSTR 3B and 2B will be generated by this system. Such taxpayers need to file their pending GSTR 3B in order to generate 2B on demand. For example, the taxpayer has not filed GSTR 3B in September. Their GSTR 2B of October 2024 will not be generated. അപ്പോൾ അവർ ഈ മന്ത്ലി ആ ഒരു IFF വെച്ച് ഡാറ്റ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇത് ഒക്ടോബറിലെ 2Bയിൽ ജനറേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് ജനറേറ്റ് ആവില്ല എന്നുള്ള ഒരു റീസൺ ആണ് ഇപ്പോൾ ഈ 16-ാം തീയതി ഇന്നലെ ഇറങ്ങിയ ഒരു അപ്ഡേറ്റിൽ പറയുന്നത്. ഇറ്റ് വിൽ ബി ഏബിൾ ടു ജനറേറ്റ് ദെയർ GSTR 2B October 24 by clicking compute GSTR 2B October 24 ബട്ടൺ ഇൻ ദി IMS ഡാഷ്ബോർഡ്. IMSൽ കമ്പ്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട QRMB സ്കീമുകാർക്ക് 2B കാണാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല. മന്ത്ലി അത് നമുക്ക് ഡാറ്റ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് ചിലപ്പോൾ പഴയ റിട്ടേൺസ് അവർ ഫയൽ ചെയ്യാത്തത് കൊണ്ടാവാം, മുൻ മാസങ്ങളിൽ അത് ഫയൽ ചെയ്യാത്തത് കൊണ്ടാവാം എന്നാണ് ഇപ്പോൾ ഈ GSTയിൽ അഡ്വൈസറി പറയുന്നത്. നിങ്ങൾക്കത് റീകമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ GSTR 2Bയിൽ കമ്പ്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി എന്നുള്ള ഒരു റീസൺ ആണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു കമ്പ്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ടും ആ ഒരു ജനറേറ്റ് 2B നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അപ്പോൾ ഒരു 7 അഡ്വൈസറി, അത് ഈ ഒരു 8ാമത്തെ അഡ്വൈസറി, 8 അഡ്വൈസറികളാണ് ഈ ഒരു IMSുമായിട്ട് ബന്ധപ്പെട്ട GST പോർട്ടൽ ഇറക്കിയത്. എന്നിട്ടും നമ്മൾ നേരിടുന്ന ടെക്നിക്കൽ പ്രശ്നം, മെയിൻ പ്രശ്നം നമുക്കറിയാം. ഇതിൽ സെപ്റ്റംബർ മാസത്തെ അപ്പോൾ ഫ്യൂ ടാക്സ് പേയേഴ്സ് അവർ GST പോർട്ടൽ തന്നെ ഇന്റിമേറ്റ്, അവർ തന്നെ ഇത് കണ്ടുപിടിച്ചു. ഫ്യൂ ടാക്സ് പേയേഴ്സ് ആർ ഗെറ്റിംഗ് ദി സെയിം ഇൻവോയ്സസ് ഇൻ GSTR 2B ഫോർ ദി മന്ത് ഓഫ് September 24 as well as for the month of October 2024. ഈ ഒക്ടോബർ നവംബർ മാസം നമ്മൾ സാധാരണ 2Bയിൽ വരുന്നത് ഒക്ടോബർ മാസത്തെ ഡാറ്റയാണ് വരുന്നത്. എന്നാൽ നമ്മൾ IMS എടുക്കുമ്പോൾ അതിൽ സെപ്റ്റംബറും വരുന്നുണ്ട്, ഒക്ടോബറും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അക്സെപ്റ്റ് റിജക്റ്റ് പെൻഡിങ് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം സെപ്റ്റംബറിലെ ITC നമ്മൾ ഓൾറെഡി ക്ലെയിം ചെയ്തത് ഒരു ഡബിളിംഗ് ആയിട്ടാണ് IMSൽ വീണ്ടും അത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് IMSൽ നിന്ന് എടുത്തതാണ്. അതായത് ഇതിൽ നമുക്ക് 4/9/29 ഇതെല്ലാം സെപ്റ്റംബർ മാസത്തെ ഡാറ്റയാണ് നമ്മളുടെ IMSൽ ജനറേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്കൽ ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസം മാത്രമല്ല നവംബറിലേതും കൂടി നമുക്ക് വരുന്നുണ്ട്. സെപ്റ്റംബറിലെയും നവംബറിലെയും നമ്മളിത് കഴിഞ്ഞ ഒരു പോർട്ടലും കൂടെ നോക്കാം, നവംബറിലും കൂടെ നമുക്ക് ആ ഒരു ഡാറ്റ കയറി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അക്സെപ്റ്റ് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സപ്പോസ് നമ്മൾ റിജക്റ്റ് ചെയ്താലും അത് സപ്ലയർക്ക് അവിടെ റിജക്റ്റ് ആയി പോവുകയും അത് ഈ ടാക്സ് പെയറുടെ ITCയെ ഫ്യൂച്ചറിൽ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അക്സെപ്റ്റും റിജക്റ്റും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ കണ്ടുവരുന്നത്. പിന്നെ GSTR 2B ജനറേറ്റ് ആവാത്തതിന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നത് റീകമ്പ്യൂട്ട്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, കൈൻഡ്ലി റീകമ്പ്യൂട്ട് യുവർ GSTR 2B following below steps in case you find any gap in their 2B data and 3B data flowing from IMS. ഏതെങ്കിലും മാസം ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 2B 3B ഡാറ്റയിൽ ഒരു മിസ്മാച്ച് വരാം. അത് നിങ്ങൾ റീകമ്പ്യൂട്ട് ചെയ്യാനാണ് ഇതിനകത്ത് ഈ ഒരു മെസ്സേജിൽ പറയുന്നത്. ഗോ ടു IMS ഡാഷ്ബോർഡ്, ടേക്ക് എനി ആക്ഷൻ ഓൺ എനി റെക്കോർഡ്സ് ടു ഇനേബിൾ റീകമ്പ്യൂട്ടേഷൻ, ക്ലിക്ക് കമ്പ്യൂട്ട് GSTR 2B ബട്ടൺ ഫോർ റീകമ്പ്യൂട്ട്. അപ്പോൾ ഈ റീകമ്പ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡാറ്റ കിട്ടുന്നില്ല, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു.
അപ്പോൾ ഇപ്പോൾ രണ്ട് ഗ്ലിച്ചസ് കണ്ടുപിടിച്ചു. ഒന്ന്, നമ്മളുടെ സെപ്റ്റംബർ നവംബർ ഡാറ്റയും കൂടി IMS വരുന്നു. രണ്ടാമത്തത് 2B ജനറേറ്റ് ആകുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു IMS കൺസിഡർ ചെയ്യാതെ ഒരു ആക്ഷനും എടുക്കാതെ നമ്മൾ ഒരു GSTR 3B സബ്മിറ്റ് ചെയ്യുന്നു. അതായത് 2Bയിൽ കഴിഞ്ഞ പ്രീവിയസ് മന്തിൽ ചെയ്തതുപോലെ GSTR 2Bയിൽ വരുന്ന ഡാറ്റ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് 3Bയിൽ വരുന്നത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സബ്മിഷൻ ചെയ്യുവാണെങ്കിൽ ഈ IMS ഡീംഡ് അക്സെപ്റ്റഡ് ആയിട്ട് കാണിക്കുന്നു. നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല, എന്നാലും ഇവിടെ അക്സെപ്റ്റഡ് ആയിട്ട് കാണിക്കുന്നു. സപ്പോസ് എന്തെങ്കിലും ഡാറ്റ തെറ്റി സെപ്റ്റംബർ മാസത്തേക്ക് ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ അക്സെപ്റ്റഡ് കാണിക്കുമ്പോൾ നമുക്കവിടെ നമ്മൾ XSITC ചെയ്തെന്ന് വരാം. സപ്പോസ് നമ്മൾ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളത് സപ്ലയറുടെ ഇതിനെ ബാധിക്കാം. അപ്പം അങ്ങനെ നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരു നമ്മൾ പറയും ചെകുത്താനും കടലിനും നടുക്കാണ്. ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു IMSൽ. അപ്പം അക്സെപ്റ്റ് ചെയ്താൽ അത് ഡീംഡ് അക്സെപ്റ്റഡ് ആവും, എന്നാൽ റിജക്റ്റ് ചെയ്താലോ ഇവരുടെ ITCയെ ബാധിക്കുകയും ചെയ്യും. അതാണ് മൂന്നാമത്തെ ടെക്നിക്കൽ ഗ്ലിച്ച്. ഇത് നമ്മൾ ഡീംഡ് അക്സെപ്റ്റഡ് ആണെന്ന് നമ്മളിത് ചെയ്യുമ്പം തന്നെ ഒരു സ്ക്രീൻഷോട്ട് വരുന്നുണ്ട്. എനി റെക്കോർഡ് IMS ഡാഷ്ബോർഡ് വേർ നോ ആക്ഷൻ ടേക്കൺ ഷാൽ ബി കൺസിഡേർഡ് ആസ് ഡീംഡ് അക്സെപ്റ്റഡ്. ഒരു ആക്ഷനും നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ഡീംഡ് അക്സെപ്റ്റഡ് ആവും. Only such records will flow IMS to GSTR 2B which are saved and filed. സേവ് ചെയ്യുകയും ഫയൽ ചെയ്യുകയും ചെയ്യുന്നത് മാത്രമാണ് IMSന്ന് 2Bയിലോട്ട് പോകുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്താലേ 2Bയിൽ പോവുള്ളൂ. നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ റിജക്റ്റ് ചെയ്താൽ 2B പോവില്ല. പെൻഡിങ് ആണെങ്കിലും അത് 2Bയിൽ 3Bയിലോട്ട് പോവില്ല. Which is only saved by the supplier but not yet filed or filed after GSTR 2B cutoff date will not flow to GSTR 2B of current period. അപ്പോൾ കട്ട് ഓഫ് ഡേറ്റിന് കഴിഞ്ഞ് ഫയൽ ചെയ്യുന്നതൊന്നും ഈ ഒരു ഇതിനകത്ത് IMSലോട്ടും വരില്ല. അത് കഴിഞ്ഞിട്ട് ഇഫ് എനി ചേഞ്ച് മെയ്ഡ്, എന്തെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ്ഡ് റെക്കോർഡ് വേർ റെസിപ്പിയന്റ് ഓൾറെഡി ടുക്ക് സം ആക്ഷൻ വിൽ ഗെറ്റ് റീസെറ്റ് and appear as a fresh record in IMS of recipient. നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് സേവ് ചെയ്യുമ്പോൾ ഫ്രഷ് റെക്കോർഡായിട്ടാണ് വരുന്നത്. ഇഫ് എനി റെക്കോർഡ് നമ്മൾ റിജക്റ്റ് ചെയ്താൽ അത് ഈ IMSൽ നിന്ന് ഡിസപ്പിയർ ആയി പോകും. ഇങ്ങനത്തെ ഒരു മെസ്സേജ്, ഒരു കണ്ടീഷൻ മെസ്സേജ് പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു ഡീംഡ് അക്സെപ്റ്റ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, നമുക്കത് ചെയ്യാനും വയ്യ ചെയ്യാതിരിക്കാനും വയ്യ. ചെയ്താൽ നമ്മളത് ഡീംഡ്, അത് കൺസിഡർ ചെയ്യാതെ ചെയ്താൽ ഡീംഡ് അക്സെപ്റ്റഡ് ആവുകയും അത് നമ്മൾ കൺസിഡർ ചെയ്ത് പിന്നെ കഴിഞ്ഞ മാസത്തെ ഡാറ്റ കയറി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സെപ്റ്റംബറിൽ ബില്ലുകൾ റിജക്റ്റ് ചെയ്താൽ അത് ITCയെ ബാധിക്കൂ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. അപ്പോൾ ഇതിനൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഡീറ്റെയിൽസ് ഓഫ് ടെക്നിക്കൽ ഗ്ലിച്ചസിൽ ഒന്നാമത്തെ സെപ്റ്റംബർ നവംബറിലെ ഡാറ്റ IMSൽ കയറി വരുന്നുണ്ട്. If we do the GSTR 3B without doing any actions accepted, rejected, pending in IMS, it will treated as deemed accepted. Even though IMS is optional, not mandatory. IMS mandatory അല്ല, ഓപ്ഷൻ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്നാൽ ആ ഓപ്ഷണലായ കേസിന് എന്തിനാണ് ഈ GST പോർട്ടൽ ഡീംഡ് അക്സെപ്റ്റഡ് ആക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇറ്റ് വിൽ റിസൾട്ട് ഹ്യൂജ് കോൺസിക്വൻസസ് to the recipient in future. കാരണം ഡീംഡ് അക്സെപ്റ്റഡ് ആവുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ ഡീംഡ് അക്സെപ്റ്റഡ് ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ITCയുടെ പ്രശ്നങ്ങളും അത് റിജക്റ്റ് ചെയ്താൽ സപ്ലയർക്ക് അതൊരു റിജക്ഷൻ ആയി പോവും. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. നോൺ ജനറേഷൻ ഓഫ് 2B റീകമ്പ്യൂട്ട് നോട്ട് വർക്കിംഗ്. നമ്മൾ പറഞ്ഞു ജനറേറ്റ് QRMBക്കാർക്ക് 2B ജനറേറ്റ് ആകുന്നില്ല, അത് റീകമ്പ്യൂട്ട് നമുക്ക് വർക്ക് ആകുന്നില്ല. അത് അവരുടെ ടാക്സ് അടയ്ക്കുന്നതിനെ സാരമായി ബാധിക്കുന്നു. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് 2Bയിൽ ടാക്സ് റേറ്റ് പെർസെൻറ്റേജ് വെച്ച് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം അത് റേറ്റ് നമുക്ക് കിട്ടുന്നില്ല. അത് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം ഒരുപാട് ആയിരക്കണക്കിന് വലിയ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് അവരുടെ ഈ 2B ഡാറ്റയാണ് അവരുടെ സോഫ്റ്റ്വെയറിലോട്ട് അക്കൗണ്ട്സിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അത് അപ്പോൾ ഈ ടാക്സ് പെർസെൻറ്റേജ് ഇല്ലാത്ത പക്ഷം അത് നമുക്ക് ആ ഒരു കമ്പ്യൂട്ടേഷനെയും റീകൺസിലേഷനെയും ചെക്കിങ്ങിനെയൊക്കെ സാരമായി ബാധിക്കുന്നു. 2Aയിൽ വരുന്നുണ്ടെങ്കിലും അത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു സ്റ്റിഫ് സ്റ്റേറ്റ്മെന്റ് അല്ല, ചേഞ്ചിങ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2B ആണെങ്കിൽ അതൊരു സ്റ്റിഫ് സ്റ്റേറ്റ്മെന്റ് ആണ്.
അത് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ടാക്സ് പെർസെൻറ്റേജ് വെച്ച് നമുക്ക് നമ്മുടെ അക്കൗണ്ട്സ് കൃത്യമായി ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈ ഒരു ടാക്സ് പെർസെൻറ്റേജ് ഈ 2Bയിൽ നിന്ന് മാറി അത് അവർ റിമൂവ് ചെയ്തത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ടാക്സ് പേയേഴ്സിനും ടാക്സ് പ്രാക്ടീഷണർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. In the case of QRMB, the 2B month 1 month 2B എടുത്ത് മാറ്റി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. After filing GSTR 3B data from GSTR 2B got removed automatically. ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രശ്നം, ഇന്നലെ തൊട്ട് കണ്ടുവരുന്ന പ്രശ്നം, ഒരു GSTR 3B നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പോർട്ടലിൽ നിന്നും GSTR 2B അങ്ങ് റിമൂവ് ആയി പോകുന്നു. റിമൂവ് ആയി പോയ ഉടനെ തന്നെ ടാക്സ് പെയറിന് നോട്ടീസ് വരുന്നു, നിങ്ങൾ എക്സസ് ITC 3B വഴി ക്ലെയിം ചെയ്തു, അതുകൊണ്ട് ഈ ഒരു DRC 01Cയിൽ നോട്ടീസും വന്നു തുടങ്ങി ഈ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചസിന്റെ പേരിൽ. അപ്പൊ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വേദനാജനകമായ ഒരു സിറ്റുവേഷൻ എന്ന്. ഈ IMS എബോ പിന്നെ ഒരു ബുദ്ധിമുട്ട്, ഒരു 500 റെക്കോർഡ്സിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ IMS അക്സെപ്റ്റ് റിജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനത്തെ ഓപ്ഷൻ ഒന്നും തന്നെ നിലവിൽ നമുക്ക് ഓഫ്ലൈൻ ടൂളോ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ ഈ ഒരു IMS പോർട്ടലിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അടുത്ത ഒരു ഗ്ലിച്ചസ്. അപ്പോൾ ഇങ്ങനെ വളരെ ക്രൂഷ്യലായ ടെക്നിക്കൽ ഗ്ലിച്ചസ് കാരണം GSTR 3B എന്ന റിട്ടേൺ നമ്മൾ സുതാര്യമായും കറക്റ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഫയൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ഒരു ഹംബിൾ സബ്മിഷനായിട്ടും ഒരു നിവേദനമായിട്ടും ഒരു സങ്കടകരമായിട്ടും ഒക്കെ ഒരു അഭ്യർത്ഥനയായിട്ടും കൂടി ഞാൻ എൻ്റെ ഈ ഒരു ചാനലിലൂടെ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ടാക്സ് പ്രാക്ടീഷണേഴ്സിന്റെ അവസ്ഥയാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. കാരണം 80% മുകളിൽ ടാക്സ് കളക്ഷൻ GST ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്നത് ടാക്സ് പ്രാക്ടീഷണേഴ്സ് വഴിയാണ് കിട്ടുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അവർ നേരിടുന്ന പ്രശ്നം, ഒരു ടാക്സ് പ്രാക്ടീഷണർ IMS ചെയ്യാൻ പറ്റുന്നില്ല, IMS നോട്ട് ഏബിൾ ടു ഡു, GSTR 2B നോട്ട് ഏബിൾ ടു ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ വരുന്ന ഗ്ലിച്ചസ് നമ്മൾ കണ്ടു. 3B നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഡീലർ കറക്റ്റായിട്ട് ഡാറ്റ നമുക്ക് തന്നു, എന്നാൽ നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു അക്സെപ്റ്റ് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ IMS ഇല്ലാതെ ചെയ്താൽ അതിനകത്ത് ഡീംഡ് അക്സെപ്റ്റഡ് ആകുന്നു. IMS അത് ചെയ്യാന്ന് വെച്ചാൽ അതിൽ നവംബറും ഒക്കെ വന്ന് കിടക്കുന്നു. സെപ്റ്റംബർ നമുക്ക് റിജക്റ്റ് ചെയ്യാനും വയ്യ, പെൻഡിങ്ങിൽ വെക്കാനും വയ്യ. അക്സെപ്റ്റ് ചെയ്താൽ അത് ഒന്നും കൂടി കയറി വരുന്നു നമ്മുടെ 2Bക്കകത്ത്. ഇനി റീകൺസിലിയേഷൻ ഫർദി 2023-24 നമുക്കറിയാം സെക്ഷൻ 16 പ്രകാരം നമ്മളുടെ റീകൺസിലിയേഷൻ ചെയ്തിട്ട് കഴിഞ്ഞ 2023-24 ഫൈനാൻഷ്യൽ ഇയറിലെ എന്തെങ്കിലും മിസ്മാച്ചുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കറക്ഷൻ വരുത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സബ്സിക്വന്റ് ഇയർ November 30th ആണ്. ആ ഒരു നവംബർ പീരീഡിൽ തന്നെ ഈ ഒരു IMSഉം കൂടി കൊണ്ടുവന്ന് ടാക്സ് പേയേഴ്സിനെയും ടാക്സ് പ്രൊഫഷണൽസിനെയും എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുവരുന്നത്. കാരണം നമുക്ക് ആ ഒരു റീകൺസിലേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതൽ സമയം നമ്മൾ ഈ IMSനായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 4 ദിവസവും വേസ്റ്റാക്കി കളഞ്ഞു. അത് നമുക്ക് അങ്ങനെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താലല്ലേ നമുക്ക് ആ ഒരു കറക്റ്റ്നെസ് ചെയ്യാൻ റീകൺസിലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ 23-24. അപ്പോൾ 3B റിട്ടേണിൽ കൂടെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ റീകൺസിലേഷൻ ചെയ്താലല്ലേ നമുക്ക് നവംബർ 30-നകത്ത് ആ ഒരു കറക്ഷൻസും ഒമിഷൻസും ITC ക്ലെയിം ചെയ്യാൻ വിട്ടുപോയതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് ഇപ്പം GST ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും റിവേഴ്സ് ചെയ്യാൻ IGST റിവേഴ്സലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബോധവൽക്കരണ മെസ്സേജുകളും മെയിലുകളും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ടെക്നിക്കൽ ഗ്ലിച്ചസ് 3Bയിൽ വന്നതിനെ പറ്റി ഒന്നും തന്നെ നമുക്ക് മെസ്സേജുകളൊന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നില്ല. ഈ പോർട്ടൽ വഴി വരുന്ന നേരത്തെ കാണിച്ച മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ നമ്മളപ്പോൾ ഈ റികൺസിലേഷൻ ആണോ നമ്മൾ ചെയ്യേണ്ടത്, IMS ആണോ ചെയ്യേണ്ടത്, 3B ആണോ ചെയ്യേണ്ടത്, 2B ചെക്ക് ചെയ്യൂ, അങ്ങനെ ആകെ കൂടെ നമ്മൾ 2 സ്ഥലത്തും നമ്മൾ ടാക്സ് പേയേഴ്സിനും ആൻസറബിൾ ആണ്, GST ഡിപ്പാർട്ട്മെന്റിനും ആൻസറബിൾ ആണ്. കാരണം ഇതിൽ നമ്മൾ വിത്തിൻ 20th നേരത്തെ ഡാറ്റ തന്ന ഒരു ഡീലറിന്റെ ഡാറ്റ നമ്മൾ കറക്റ്റായി 20th ചെയ്തില്ലെങ്കിൽ അവിടെ നമുക്ക് ലേറ്റ് ഫീ വരും. ആ ലേറ്റ് ഫീ എന്തുകൊണ്ടാണ്
ആണെന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഗ്ലിച്ചസ് എങ്ങനെയാണ് ഒരു പ്രാക്ടീഷണർ ഈ ഒരു കച്ചവടക്കാരനെ, ഒരു സാധാരണ കച്ചവടക്കാരനൊന്നും പറഞ്ഞാൽ ദഹിക്കുന്ന കാര്യങ്ങളല്ല ഈ IMS 2B റീകമ്പ്യൂട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്വവും സങ്കടകരവുമായ അവസ്ഥയാണ് ഈ ഒരു പ്രാക്ടീഷണറിന് ഇന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഹംബിൾ സബ്മിഷൻ ഒന്ന് GST ഡിപ്പാർട്ട്മെന്റ് കൺസിഡർ ചെയ്യണം എന്നുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇവർ തരുന്ന ഫീസാണ് പല ടാക്സ് പ്രാക്ടീഷണറും നമ്മളുടെ ഉപജീവനം എന്ന് പറയുന്നത് ഈ ടാക്സ് പേയേഴ്സ് തരുന്ന ഫീസാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രാക്ടീഷണേഴ്സ് ആണ് ഇന്ത്യയിൽ എമ്പാടുമുള്ളത്, ഈ ഒരു തൊഴിൽ കൊണ്ട് ജീവിക്കുന്നവർ. ഇവർ പലരും നമ്മൾ ഇതുവരെ ഒരു റെക്കഗ്നിഷനോ ഒരു കൺസിഡറേഷനോ ഒരു ഐഡന്റിക്കലോ ഒരു ID കാർഡോ പോലും ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇതുവരെയും തന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ വളരെ ഈ കഷ്ടപ്പെട്ട് ഈ വരുന്ന അമെൻമെന്റ്സും അപ്ഡേറ്റ്സും എല്ലാം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത് കംപ്ലീറ്റും ഈ ടാക്സ് പേയേഴ്സിനെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭൂരിഭാഗം ഈ ടാക്സ് പേയേഴ്സ് ആണ് ഇവരെ ബോധവൽക്കരിച്ച് ടാക്സ് കളക്ഷൻ കൂട്ടുന്നതിനായിട്ട് ഒരു സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഒരു ടാക്സ് പ്രാക്ടീഷണേഴ്സ് നേരിടുന്നു. അവർക്ക് 14-ാം തീയതി തൊട്ട് അവർക്ക് ഈ ഒരു ഡാറ്റ പ്രശ്നം കൊണ്ട് തന്നെ ഇത് സമയത്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ള വേവലാതി കാരണം അവർക്ക് അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു, അത് ഡിപ്രഷൻ ആവുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഒരു പ്രാക്ടീഷണറുടെ സങ്കടവും ഡിപ്പാർട്ട്മെന്റ് കാണാതെ പോകരുത് എന്നുള്ള ഒരു സബ്മിഷനും കൂടി ഞാൻ പറയുന്നു. അപ്പോൾ ഒരു ഹംബിൾ സബ്മിഷനായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ളത് ഈ ഒരു IMS എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ തന്നെ എന്താണ് നിർബന്ധം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇപ്പൊ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത്രയും ഗ്ലിച്ചസ് നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ ഒരു വർഷത്തിന്റെ എല്ലാം ഈ ഡിപ്പാർട്ട്മെന്റ് മിഡായിട്ടാണ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അത് ഇപ്പൊ അസസിംഗ് അതോറിറ്റിക്കായാലും ബുദ്ധിമുട്ടാണ്, ടാക്സ് പേയേഴ്സിനായാലും ടാക്സ് പ്രാക്ടീഷണേഴ്സ് ആയാലും എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരു ഇടയ്ക്ക് കൊണ്ടുവന്ന് നമ്മുടെ പോർട്ടലിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് അത് ആനുവൽ റിട്ടേൺ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നാം നേരിട്ടു. അതുപോലെ തന്നെ ഈ ഒരു IMS ഈ ഒരു നവംബറിൽ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ടെക്നിക്കൽ ഗ്ലിച്ചസ് ഇല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ വളരെ സ്വാഗതാർഹം. എന്നാൽ ഇത്രയും ടെക്നിക്കൽ ഗ്ലിച്ചസ് നേരിടുന്ന സാഹചര്യത്തിൽ ഇതിനെ വിശദമായി പഠിച്ച് ഇതിനൊരു എല്ലാ ഗ്ലിച്ചസും മാറ്റിയതിന് ശേഷം അടുത്ത സാമ്പത്തിക വർഷം തൊട്ട് 25-26 മുതൽ ഇംപ്ലിമെന്റ് ചെയ്താൽ പോരെ. അങ്ങനെ ചെയ്യാനായിട്ട് ഒരു ഹംബിൾ സബ്മിഷൻ ഞാൻ ഈ അവസരത്തിൽ നൽകുന്നു. If taxpayers are not able to do promptly GSTR 3B on or before 20th of November, it will affect the tax collection. ഇത് ടാക്സ് പേയറിനെയും ടാക്സ് പ്രാക്ടീഷണറെയും മാത്രമല്ല ബാധിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ചെയ്യാതിരുന്നാൽ ഡിപ്പാർട്ട്മെന്റിനും ആ ഒരു ടാക്സ് കളക്ഷൻ കുറയുകയും അത് അവരുടെ ടാക്സ് കളക്ഷനെ ഗണ്യമായി ബാധിക്കുകയും ചെയ്യും. ഇനി QRMB കാരുടെ ആണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. അവരുടെ GSTR 2B ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കില്ല, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ QRMB മന്ത്ലി പേയ്മെന്റ്, ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്. അപ്പൊ മന്ത്ലി പേയ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു ഡാറ്റയും നൽകാനായി ഗവൺമെന്റിന് ആ ഒരു പോർട്ടലിന് ആ ഒരു ഉത്തരവാദിത്വമുണ്ട്. മന്ത്ലി 2B ഡാറ്റ നൽകണം, എന്നാലേ നമ്മൾക്ക് കറക്റ്റ് കമ്പ്യൂട്ടേഷൻ ചെയ്ത് മന്ത്ലി പേയ്മെന്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സബ്മിഷനും കൂടി ഈ അവസരത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്നു. ടാക്സ് റേറ്റ് കോളം, കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പല പല ടാക്സ് പേയേഴ്സ് ടാക്സ് റേറ്റ് ഉണ്ട് GSTയിൽ. നമ്മൾ GST തുടങ്ങിയപ്പോൾ വിചാരിച്ച ഒരു ടാക്സ് റേറ്റേ കാണുകയുള്ളൂ, വൺ നേഷൻ വൺ ടാക്സ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പല പല 18 ഉണ്ട്, 12 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ പല പല ടാക്സ് റേറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ടാക്സ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് ചെക്ക് ചെയ്യാനും. കാരണം സപ്പോസ് ഇപ്പോൾ ഒരു സപ്ലയർ അപ്ലോഡ് ചെയ്തത് 18% എന്നുള്ളത് വല്ല 5%-ലോ 12%-ലോ തെറ്റ് ചെയ്താലും ആ ഒരു റെസിപ്പിയന്റിന് അത് ചെക്ക് ചെയ്ത് അവരെ അറിയിക്കുകയും ആ ഒരു കറക്റ്റ് ഡേറ്റയോ അമെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ രണ്ടുപേരുടെ അക്കൗണ്ട്സിനെയും അസസ്മെന്റിനെയും ഓഡിറ്റിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ടാക്സ് റേറ്റ് കൃത്യമായും GSTR 2Bയിൽ തിരികെ കൊണ്ടുവരണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ
allow taxpayer to do the return as in the previous month. നമ്മൾ കഴിഞ്ഞ മാസം എങ്ങനെയാണോ സെപ്റ്റംബറിൽ റിട്ടേൺ ഒക്ടോബറിൽ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു മാസവും നമുക്ക് അത് മാർച്ച് വരെയും നമ്മൾ ചെയ്യാനായിട്ട് ടാക്സ് പേയറെ അലൗ ചെയ്യണം എന്നുകൂടി ഞാനൊരു ഹംബിൾ പ്രേ ചെയ്യുന്നു. ഓൾറെഡി ടാക്സ് പേയേഴ്സ് ആൻഡ് ടാക്സ് പ്രാക്ടീഷണർ ഹാവ് ലോസ് 4 days. നമുക്ക് 14 തൊട്ട് 4 ദിവസം ഇപ്പൊ തന്നെ നഷ്ടപ്പെട്ടു. പ്ലീസ് എക്സ്റ്റെൻഡ് ദി ഡേറ്റ് ഓഫ് GSTR 3B after resolving all technical glitches which are facing in the GST common portal right now. ഇപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും റിസോൾവ് ചെയ്ത് അല്പം കൂടി സമയം നമുക്ക് GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനായി തരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി ഈ അവസരത്തിൽ ഹംബിളായി സബ്മിഷൻ ചെയ്യുന്നു. കാരണം ഇത് ഒരു ചെറിയ ഗ്ലിച്ചസ് അല്ല. ചെറിയ ചെറിയ ഗ്ലിച്ചസ് GST തുടങ്ങിയ പീരീഡിൽ തന്നെ നമ്മൾ ഒരുപാട് ടെക്നിക്കൽ ഗ്ലിച്ചസ് കണ്ടുവരുന്നു. അപ്പൊ അതിനെല്ലാം GST പോർട്ടൽ പറയുന്നത് ടിക്കറ്റ് റൈസ് ചെയ്യാനാണ് പറയുന്നത്. അതൊരു സ്പെസിഫിക് ആയി ചില ടാക്സ് പേയേഴ്സിനുള്ളതിന് നമുക്ക് ടിക്കറ്റ് റൈസ് ചെയ്യാം. ഇത് പക്ഷെ ജനറലായി ഇന്ത്യ മൊത്തം നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതിന് ഈ ടിക്കറ്റ് റൈസ് ചെയ്യുന്നത് എത്രത്തോളം ആകും എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ സഡനായി തന്നെ ഇതിന് GST ഡിപ്പാർട്ട്മെന്റ് ഒരു തീരുമാനം ഉണ്ടാക്കി ടാക്സ് പേയേഴ്സിനും ടാക്സ് പ്രാക്ടീഷേഴ്സിനും കറക്റ്റായി അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യാനായ ഒരു അവസ്ഥ ഉണ്ടാക്കണം. സമാധാനപരമായ ജോലി ചെയ്യാനായിട്ട് ഉള്ള ഒരു അന്തരീക്ഷം ഡിപ്പാർട്ട്മെന്റ് തരണം എന്നുള്ള ഒരു ഹംബിൾ സബ്മിഷൻ ഈ അവസരത്തിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതിന്റെ ഗ്ലിച്ചസ് കറക്റ്റായി മനസ്സിലാക്കുക. GSTR 3B വളരെ ആലോചിച്ച് നല്ല രീതിയിൽ ഇതിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചതിന് ശേഷം മാത്രം ഡാറ്റ വന്നതും നിങ്ങൾ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തതും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ മാസത്തെ GSTR 3B ഫയൽ ചെയ്യാവൂ എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി ഞാൻ വയ്ക്കുന്നു. നമ്മൾ ഈ ഒരു പോർട്ടലിൽ വ്യൂ ചെയ്യുവാണ്. നമ്മൾ IMS പോർട്ടലിൽ ഇവിടെ 58 ഇതാണുള്ളത്. ഈ ഒരു പോർട്ടലിൽ വ്യൂ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇതിൽ 500 മുകളിൽ നമുക്ക് നോക്കാൻ ആകെ നമുക്ക് 100 ഡാറ്റ വരെ റെക്കോർഡ്സ് പെർ പേജ് പറ്റുന്നുള്ളൂ. അതുപോലെ ഇതിന്റെ ഡാറ്റ വന്നിരിക്കുന്നത് നവംബർ ഡാറ്റയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇതിനകത്ത് നേരിടുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചുകളെല്ലാം മാറിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഇത് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് ഇടുക. മറ്റൊരു വാല്യുബിൾ വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.